കത്തുന്ന കണ്ണുകളോടെ മാധവൻ ശേഖരന് നേരെ ആക്രോശിച്ചു. അയാളുടെ ആ വാക്കുകൾ ആ മുറിയിൽ ഒരു നിശബ്ദത വിതറി. അത്രയും നേരം ഭയപ്പെട്ടു നിന്നവനിൽ നിന്ന് പെട്ടെന്നുണ്ടായ ഈ ഭാവമാറ്റം എല്ലാവരെയും അമ്പരിപ്പിച്ചു. അയാൾ കിതച്ചുകൊണ്ട് ശേഖരന്റെ അടുത്തേക്ക് ഓരോ ചുവടായി വെച്ചു. എന്താ അച്ഛാ മിണ്ടാതെ? നാവിറങ്ങിപ്പോയോ? ഇപ്പൊ കിടന്ന് അട്ടഹസിച്ചല്ലോ. ഞാൻ ദുഷ്ടമാണെന്ന്, അസുരനാണെന്ന്, എന്നെ ഇങ്ങനെയൊക്കെ ആക്കിയത് നിങ്ങളാണെന്ന് ഞാൻ പറഞ്ഞാൽ അത് തള്ളുവോ അച്ഛൻ? മാധവൻ ഒരു ഭ്രാന്തനെ പോലെ ശേഖരന്റെ മുഖത്തിന് തൊട്ടടുത്തെത്തി വിരൽ ചൂണ്ടി. മാണിക്യമംഗലം തറവാടിന്റെ ഐശ്വര്യം മഹേന്ദ്രനാണെന്ന് എല്ലാവരും പ്രസംഗിച്ചപ്പോൾ മൂത്തവനായ ഞാൻ നിങ്ങളുടെ കണ്ണിന് മുന്നിൽ വെറുമൊരു കല്ല് മാത്രമായിരുന്നു. എന്തിനച്ചാ നിങ്ങൾ എന്നെ മാറ്റി നിർത്തി? കഴിവില്ലാത്തവൻ എന്നല്ലേ നിങ്ങൾ എന്നെ വിളിച്ചത്? ഞാൻ എന്ത് ചെയ്താലും അത് മോശം, മഹേന്ദ്രൻ എന്ത് ചെയ്താലും അത് ഗംഭീരം. സകല ബിസിനസ്സും മഹേന്ദ്രനെ ഏൽപ്പിച്ചപ്പോൾ അവൻ ഓരോ നേട്ടങ്ങൾ കൊയ്യുമ്പോഴും നിങ്ങൾ അവനെ കെട്ടിപ്പിടിച്ച് അഭിനന്ദിച്ചപ്പോൾ ഒരു മൂലയിൽ ഒതുക്കപ്പെട്ട എൻ്റെ ഉള്ളിൽ പുകയുന്ന പക നിങ്ങൾ കണ്ടോ? എല്ലാം കണ്ട് ഒതുങ്ങി മാറി. നിങ്ങൾ പറഞ്ഞ പോലെ ആർക്കും വേണ്ടാത്ത ആ സ്കൂളിൻ്റെ മാഷ് എന്ന പദവിയിൽ ഒതുക്കി. അവിടെ ഞാൻ കഴിഞ്ഞേനെ. പക്ഷേ സമൂഹ വിഭാഗം എന്ന് പറഞ്ഞ് നിങ്ങൾ ഉണ്ടാക്കിയ പന്തലിൽ വെച്ച് എനിക്ക് ഇഷ്ടമില്ലാത്ത എന്നെ ഒട്ടും അംഗീകരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ടും ഈ നിൽക്കുന്നവളെ എൻ്റെ തലയിൽ കെട്ടിവച്ചില്ലേ നിങ്ങൾ? അതൊക്കെ ഞാൻ എങ്ങനെ പൊറുക്കും? മാധവന്റെ വാക്കുകളിൽ വർഷങ്ങളായി ഉള്ളിൽ അടിച്ചമർത്തിയ അമർഷവും വിദ്വേഷവും പുറത്തേക്ക് കുതിച്ചൊഴുകുകയാണ്. ആ വാക്കുകളുടെ ചൂടേറ്റ് ശേഖരൻ വിറച്ചുപോയി. മകന്റെ ഉള്ളിൽ ഇത്രയും വിഷം ഈ കാലങ്ങളായി കിടന്നിരുന്നു എന്നത് അയാളിൽ പുതിയ അറിവായിരുന്നു. മഹേന്ദ്രനാണെങ്കിൽ തന്റെ ചേട്ടൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നോ എന്ന ഞെട്ടലിൽ നിൽക്കുകയാണ്. മാധവൻ മഹേന്ദ്രന്റെ നേരെ തിരിഞ്ഞു. മഹി, നീ സ്നേഹിച്ച സൗവർണികയല്ലേടാ ഞാനും സ്നേഹിച്ചത്. ആരും അറിയാതെ എൻ്റെ ഉള്ളിൽ കൊണ്ടു നടന്ന പ്രേമമായിരുന്നു അവൾ. പക്ഷേ മൂത്ത മകന്റെ മോഹത്തേക്കാൾ വലുത് ഇളയവൻ മിടുക്കനാണെന്ന് വിധിച്ച ഈ അച്ഛൻ അവളെയും നിനക്ക് തന്നെ അർച്ചന വെച്ചു. എൻ്റെ ബെഡ്റൂമിൽ എനിക്കിഷ്ടമില്ലാത്തവളെ തള്ളിക്കയറ്റിയിട്ട് എൻ്റെ പ്രാണനെ നിന്റെ കൂടെ അയച്ചപ്പോൾ ഞാൻ അനുഭവിക്കുന്ന നീറ്റൽ നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഇല്ല. ഒരിക്കൽ ഇതെല്ലാം തുറന്നു പറഞ്ഞപ്പോൾ ഈ നിൽക്കുന്ന എൻ്റെ അച്ഛൻ എന്ന മഹാൻ എനിക്കൊരു പതക്കം തന്നു. ഭ്രാന്തൻ എന്നൊരു വിളിപ്പേര്. എല്ലാം എൻ്റെ തോന്നലാത്രേ. ഒന്നൊരു ഡോക്ടറെ കണ്ടാൽ മാറും എന്ന് പറഞ്ഞു അങ്ങേര് ആരും അറിയാതെ ഡോക്ടർ രാജീവ് മേനോന്റെ അരികിൽ എന്നെ എത്തിച്ചു. അതറിയുവോ നിങ്ങൾക്ക്? പുച്ഛത്തോടെ മാധവൻ ചോദിച്ചതും മഹി ഞെട്ടലോടെ അച്ഛനെ നോക്കി. മകന്റെ ആ നോട്ടം താങ്ങാനാവാതെ ശേഖരന്റെ തല കുനിഞ്ഞു. തലയ്ക്ക് സ്ഥിരതയില്ലാത്തവൻ എന്ന പേര് കൂടി കിട്ടിയപ്പോൾ പിന്നെ എനിക്ക് വാശിയായി. ജയിച്ചു കാണിക്കാനുള്ള വാശി. ആ വാശിയിൽ തുടങ്ങിയതാ അച്ഛാ എൻ്റെ ഈ വേട്ട. നിങ്ങൾ എനിക്ക് തരാത്ത അംഗീകാരങ്ങൾ ഞാൻ ഈ ഇരുട്ടിലെ ബിസിനസ്സിലൂടെ നേടിയെടുത്തു. നിങ്ങൾ ആഘോഷിച്ച മാന്യതയുടെ മുഖംമൂടി ഞാൻ ഓരോന്നായി വലിച്ചു കീറി. ഇതിലൊന്നും നിങ്ങൾക്ക് പങ്കുണ്ട് ശേഖരൻ മാഷേ. നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത വിവേചനമാണ് എന്നെ ഈ രൂപത്തിലാക്കിയത്. ഇന്നിപ്പോ നോക്ക്, നിങ്ങളുടെ സൽപുത്രൻ മഹേന്ദ്രനേക്കാൾ ബാങ്ക് ബാലൻസ് എനിക്കുണ്ട്. നിങ്ങൾ വൈഭവിന് വാരിക്കൊടുത്തതിനേക്കാൾ കൂടുതൽ സ്വത്ത് ഞാൻ എൻ്റെ മക്കൾക്ക് നേടിക്കൊടുത്തു. മാണിക്യമംഗലത്തെ സ്വത്തിന് അവകാശികളുടെ എണ്ണം കൂടുമെന്നറിഞ്ഞപ്പോൾ അന്ന് മഹി വന്ന് വാമികയുടെയും ശിവദാസിന്റെയും കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ അവളുടെ കാര്യം തീരുമാനിക്കും മുന്നേ ഞാൻ ഉറച്ചിരുന്നു. അങ്ങനെയൊരു സംബന്ധവും ആ പിഴച്ച കുഞ്ഞിനെയും ഞാനിവിടെ വാഴിക്കില്ലെന്ന്. മാധവന്റെ വാക്കുകളുടെ ശിവയുടെ ശ്വാസം നിലച്ചു. അവൾ നടുക്കത്തോടെ അയാളെ നോക്കി. ഒരുതരം ഉന്മാദത്തോടെ മാധവൻ തുടർന്നു. ഞാനാടാ, എന്റെ നിർദ്ദേശപ്രകാരമാ അന്ന് നിങ്ങൾ രണ്ടുപേരും അറിയാതെ ശിവദാസിനെ തീർത്തതും വാമിയയ്ക്ക് ജനിച്ച കുഞ്ഞിനെ നശിപ്പിക്കാൻ പറഞ്ഞതും. അത്രയും കൂടി കേട്ടതും ശിവയുടെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു. തന്റെ അച്ഛനെ ഇല്ലാതെയാക്കിയതും തന്നെ കൊല്ലാൻ വിധിച്ചതും ഈ മുന്നിൽ നിൽക്കുന്ന ചെകുത്താനാണെന്നുള്ള സത്യം അവളെ നിയന്ത്രണം വിടുവിച്ചു. ഡാ, കണ്ണു ചുവന്ന് പല്ലുറുമിക്കൊണ്ട് ശിവ മാധവന്റെ നേരെ പാഞ്ഞെടുത്തു. അയാളുടെ കഴുത്തിന് കുത്തിപ്പിടിക്കാൻ അവൾ കൈയോങ്ങി. പക്ഷേ തൊട്ടടുത്ത് നിന്ന സേതു പെട്ടെന്ന് അവളെ തടഞ്ഞു. ശിവ, വേണ്ട മോളെ, അടങ്ങ്. സേതു അവളെ ബലമായി വട്ടം പിടിച്ചു തന്നിലേക്ക് ചേർത്ത് നിർത്തി. എന്നെ വിടച്ചേ. ഇവനെ ഞാൻ എൻ്റെ അച്ഛനെ കൊന്ന ഇവനെ ഞാൻ ജീവനോടെ വിടില്ല. കരച്ചിലിന്റെ വക്കിലെത്തിയ ശിവ ദേഷ്യത്തോടെ പിടഞ്ഞു. എന്നാൽ സേതു അവളെ വിട്ടില്ല. അവളിലും ദേഷ്യം മുന്നിൽ നിൽക്കുന്നവനോടുണ്ട് സേതുവിന്. പക്ഷേ അപ്പോഴെല്ലാം അവന്റെ നോട്ടം പോകുന്നത് മാധവന് പുറകിൽ കസേരയിൽ മൗനിയായി ഇരിക്കുന്നവനിലേക്കാണ്. കീഴോട്ട് നോക്കി മിണ്ടാതെ ഇരിക്കുന്നവന്റെ തീരുമാനം എന്തായിരിക്കുമെന്ന് സേതു ഊഹിച്ചു. മാധവന്റെ ചുണ്ടിൽ ഒരു പുച്ഛച്ചിരി വിടർന്നു. പിന്നെ ഞാൻ തോറ്റുപോയത് അവിടെയാ സൗപർണിക. അവളെ കൂടെ കൂടാൻ ആഗ്രഹിച്ച അന്ന് അവൾക്ക് അരികെ ചെന്നത്. എന്നാൽ അവളുടെ ഉള്ളിൽ മഹിയോട് അടങ്ങാത്ത ഇഷ്ടവും വിശ്വാസവുമാണെന്ന് കേട്ട നിമിഷം എനിക്ക് പിടിച്ചു നിൽക്കാനായില്ല. ഞാൻ അനുഭവിക്കാത്തത് അവനും വേണ്ടെന്ന് ആ നിമിഷം തീരുമാനിച്ചു. അന്ന് അവളെ എൻ്റെ ഈ കൈകൊണ്ട് തീർക്കുമ്പോൾ അവൾ അനുഭവിച്ചതിനും വേദന ഞാൻ അറിഞ്ഞു. മാധവൻ അത് പറഞ്ഞു മുഴുവിക്കും മുന്നേ വൈഭവിന്റെ ഘനഗംഭീര്യമായിരുന്ന അലർച്ച അവിടെ ഉയർന്നു.
ഇരു കൈകളും മാധവന്റെ കാലിൽ പിടുത്തമിട്ടപ്പോൾ അയാൾ അനായാസം വായുവിൽ പൊക്കി നിലത്തേക്ക് അടിച്ചു. ഒരു വലിയ നിലവിളിയോടെ മുഖമടിച്ചു കമഴ്ന്നു വീണ അയാൾ ഉച്ചത്തിൽ നിലവിളിച്ചു. അവിടെ നിന്നവർക്ക് ഒരു നിമിഷമെടുത്തു മുന്നിൽ കണ്ട കാഴ്ച എന്താണെന്ന് മനസ്സിലാക്കാൻ. വൈഭവിന്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നു. തന്റെ അമ്മയുടെ അവസാന നിമിഷങ്ങളെക്കുറിച്ച് ആ പിശാച് ഇത്ര നിസ്സാരമായി വിവരിക്കുന്നത് കേട്ടപ്പോൾ അവന്റെ രക്തം തിളച്ചു മറിഞ്ഞു. അവിടെ നിന്നവർക്ക് ഒരു നിമിഷമെടുത്തു മുന്നിൽ കണ്ട കാഴ്ച എന്താണെന്ന് മനസ്സിലാക്കാൻ. വൈഭവിന്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നു. തന്റെ അമ്മയുടെ അവസാന നിമിഷങ്ങളെക്കുറിച്ച് ആ പിശാച് ഇത്ര നിസ്സാരമായി വിവരിക്കുന്നത് കേട്ടപ്പോൾ അവന്റെ രക്തം തിളച്ചു മറിഞ്ഞു. ചോരയിൽ കുളിച്ച മാധവന്റെ ദേഹത്തേക്ക് പാഞ്ഞെടുത്തു വൈഭവ്. വർഷങ്ങളുടെ പക കത്തിയെരിയുന്ന അവന്റെ വേദന ആരും തടഞ്ഞില്ല. വൈഭവിന്റെ കാൽമുട്ട് മാധവന്റെ നെഞ്ചിലിറങ്ങിയ നിമിഷം അയാളുടെ ശ്വാസം മുറിഞ്ഞു. ചോരയും ശ്വാസവും ഒരുമിച്ച് പുറത്തേക്ക് തെറിച്ചു. പിന്നെ അവിടെ നിന്നവർ സാക്ഷ്യം വഹിച്ചത് വൈഭവിന്റെ സംഹാര താണ്ഡവമായിരുന്നു. വൈഭവ് മാധവനെ നിർത്താതെ പ്രഹരിക്കാൻ തുടങ്ങി. അവന്റെ കൈമുഷ്ടികൾ ഓരോ തവണയും മാധവന്റെ മുഖത്ത് പതിക്കുമ്പോൾ എല്ലുകൾ പൊട്ടുന്ന ശബ്ദം മുറിയിൽ പ്രതിധ്വനിച്ചു. അയാളുടെ നിലവിളി അലച്ച ആ 4 ചുവരുകൾക്കുള്ളിൽ തട്ടി പ്രതിധ്വനിച്ചു. പക്ഷേ വൈഭവ് നിർത്തിയില്ല. അവൻ മാധവനെ ചുവരോട് ചേർത്ത് നിർത്തി. ഓരോ ചവിട്ടിലും 18 വർഷത്തെ പകയുണ്ടായിരുന്നു. എന്നും പുഞ്ചിരി തൂകി തന്റെ മുന്നിൽ നിൽക്കുന്ന അമ്മ, തിരുനെറ്റിയിലെ സിന്ദൂരം മാഞ്ഞുപോയ അപ്പമ്മ, ഇന്നോളം തന്റെ കുഞ്ഞിനെ കാണാൻ പറ്റാതെ പോയ ഒരച്ഛൻ, പിന്നെ ഓർക്കാപ്പുറത്ത് കൂട്ടായ ഒരു പാവം പെണ്ണു. ഈ മുഖങ്ങൾ മാത്രമായിരുന്നു വൈഭവിന്റെ ഉള്ളിൽ അപ്പോൾ നിഴലിച്ചു നിന്നത്. തുടരെ തുടരെയുള്ള ഇടിയുടെ ശബ്ദം ആ മുറിയിൽ മുഴങ്ങി. മാധവന്റെ ശരീരം ഒരു തുണിപ്പാവയെപ്പോലെ വൈഭവിന്റെ കൈകളിൽ കിടന്നു പിടഞ്ഞു. ഈ കാഴ്ച കണ്ട് ലതികയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുങ്ങി. വർഷങ്ങൾക്ക് ശേഷം തനിക്ക് നീതി ലഭിച്ചതിന്റെ ആനന്ദ കണ്ണീരായിരുന്നു അത്. മഹേന്ദ്രനും ശേഖരനും പോലും ഒരു ഞെട്ടലോടെ ആ കാഴ്ച കണ്ടു നിന്നു. മാധവൻ അനുഭവിക്കുന്നത് തങ്ങൾ അനുഭവിച്ചതിന്റെ 10 മടങ്ങാണെന്ന് അവർക്കറിയാമായിരുന്നു. ശിവയുടെ കണ്ണുകൾ വൈഭവി തന്നെയായിരുന്നു. അവന്റെ പൂച്ച കണ്ണുകൾ കനൽ പോലെ ജ്വലിച്ചു. മാധവൻ ശ്വാസം കിട്ടാതെ ആ കാഴ്ച കണ്ട് ശിവ ഒരുതരം ആത്മസംതൃപ്തിയോടെ നോക്കി നിന്നു. ഇത്രയും കാലം തങ്ങളെ വേട്ടയാടിയ മൃഗം ഇതാ വൈഭവിന്റെ കാൽക്കൽ കിടന്ന് ജീവന് വേണ്ടി യാചിക്കുന്നു. അവളുടെ ചുണ്ടിലൊരു നേർത്ത പുഞ്ചിരി വിടർന്നു. തന്റെ പ്രാണൻ ഇത്രയും കാലം അനുഭവിച്ച വേദന അവൻ ഇന്ന് തീർക്കുവാണ്. അവളുടെ ഹൃദയവും വൈഭവിനൊപ്പം ആർത്തുല്ലസിച്ചു. മാധവൻ മരണം മുന്നിൽ കണ്ടവനെ പോലെ പിടഞ്ഞു. അവന്റെ കണ്ണുകൾ മുകളിലേക്ക് മറിഞ്ഞു തുടങ്ങിയതും പെട്ടെന്ന് കുഞ്ഞേട്ടാ, ഒരു നേർത്ത വിളി വൈഭവിനെ തേടിയെത്തി. ആ വിളി കേട്ട നിമിഷം വൈഭവിന്റെ കാൽ അറിയാതെ തന്നെ ഒന്ന് ശിഥിലമായി. തിരിഞ്ഞു നോക്കവേ വൈഭവ് കണ്ടത് ആ മുറി വാതുക്കൽ നിൽക്കുന്ന ആദിയെയും അവന് പിറകിൽ നിൽക്കുന്ന അനിരുദ്ധിനെയുമാണ്. അവരെ കണ്ടതും എല്ലാവരും ഒന്ന് ഞെട്ടി. വർഷങ്ങൾക്കിപ്പുറം തന്റെ ആൺമക്കളെ കണ്ട ലതികയുടെ അമ്മമനം സന്തോഷവും സങ്കടവും കൊണ്ട് നിറഞ്ഞു. വൈഭവിന്റെ നോട്ടം അവന്റെ ഏട്ടന്റെ മുഖത്താണ്. വല്ലാത്തൊരു ദേഷ്യം കൊണ്ട് നിറഞ്ഞ അനിയെ കണ്ട് വൈഭവ് ഒന്ന് മരവിച്ചുപോയി. അവൻ മാധവന്റെ കഴുത്തിലെ കാലെടുത്തു മാറ്റി. ചോരയിൽ കുളിച്ചു കിടന്ന അയാൾ ശ്വാസത്തിനായി പിടഞ്ഞു. അനിയും ആദിയും പതിയെ ഉള്ളിലേക്ക് ചുവടുവെച്ചു. അവരുടെ ചുവന്നു നിറഞ്ഞ കണ്ണുകളിൽ നിന്നും അവരെല്ലാം കേട്ടിട്ടുണ്ടെന്നും വൈഭവ് അടക്കം അവിടെ നിന്നവർക്കെല്ലാം മനസ്സിലായി. മക്കളുടെ കണ്ണുകളിലെ നീർത്തിളക്കം കണ്ട മാധവൻ അത് തന്നെ കണ്ടിട്ടാണെന്ന് കരുതി അയാളുടെ ക്രൂര നാടകം പുറത്തെടുക്കാൻ തുടങ്ങി. മുട്ടിലിഴഞ്ഞ് ആദിയുടെയും അനിയുടെയും അടുത്തേക്ക് നീങ്ങി. മോനെ, അനി, ആദി, അച്ഛനെ രക്ഷിക്കടാ. ഇവൻ എന്നെ സ്വത്തും പണവുമൊക്കെ കിട്ടാൻ എന്നെയും നിങ്ങളെയും ഒക്കെ കൊല്ലാനാ ഇവനും ഇവന്റെ അച്ഛനും തീരുമാനിച്ചിരിക്കുന്നത്. മാധവൻ കരഞ്ഞുകൊണ്ട് അവരുടെ കാൽക്കൽ വീഴാൻ കൈകൾ നീട്ടി. അവിടെ നിന്നവരെല്ലാം അത് കണ്ട് ശ്വാസം അടക്കി പിടിച്ചു. അനിരുദ്ധിന്റെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു. മാധവന്റെ കൈകൾ അനിയുടെ കാലിൽ തൊടാൻ തുടങ്ങിയതും അനി ഒരു വലിയ ചുവട് പിന്നോട്ട് വച്ചു. ഒരു നികൃഷ്ട ജീവിയെ നോക്കുന്നത് പോലെ അവൻ തന്റെ അച്ഛനെ നോക്കി. തൊട്ടുപോരുതെന്നെ, അനിയുടെ ശബ്ദം ആ മുറിയിൽ മുഴങ്ങി. മാധവൻ ഞെട്ടിപ്പോയി. അനി, നീ എന്താ ഈ പറയുന്നത്? നിന്റെ അച്ഛനാടാ ഞാൻ. അച്ഛൻ അച്ഛൻ എന്ന വാക്കിനർത്ഥം അറിയോ നിങ്ങൾക്ക്? ഞങ്ങളുടെ അച്ഛൻ എന്ന് പറയുമ്പോൾ അഭിമാനിച്ചിരുന്ന ഒരു മകനുണ്ടായിരുന്നു. സ്വന്തം സുഖത്തിന് വേണ്ടി അമ്മയെ ഉപേക്ഷിച്ചു പോയ മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ചിരുന്ന ഒരച്ഛൻ. ആ മനുഷ്യനോട് ബഹുമാനമായിരുന്നു, അത്രമാത്രം ഇഷ്ടമായിരുന്നു. പക്ഷേ അതൊക്കെ വെറും പുറംമൂടിയാണെന്ന് അറിഞ്ഞപ്പോൾ തകർന്നു. എന്തിനായിരുന്നു എന്ന് ഞാൻ ചോദിക്കുന്നില്ല, കാരണം നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ കേട്ടു. പക്ഷേ ഒന്ന് ചോദിച്ചോട്ടെ, എന്ത് നേടി? എല്ലാവരെയും കൊന്നു തള്ളി നിങ്ങൾ നേടിയതെന്ന് പറയുന്നതൊന്നും ഒരു തരി എനിക്കോ എൻ്റെ സഹോദരങ്ങൾക്കോ വേണ്ട. അതിൽ ഒരുപാട് പേരുടെ ജീവനും ജീവിതവും ഇല്ലാതാക്കി നിങ്ങൾ നേടിയതാ. ഒന്നും വേണ്ട. ഒരു കാര്യത്തിൽ നിങ്ങളോട് എനിക്ക് ഒരു കടപ്പാടുണ്ട്. അകറ്റി നിർത്തിയതല്ലാതെ കൊന്നു കളഞ്ഞില്ലല്ലോ എൻ്റെ അമ്മയെ. അനിയുടെ വാക്കുകൾ ഇടറിപ്പോയി. അവന്റെ കണ്ണുകൾ അപ്പോൾ ചലിച്ചത് സാരി തുമ്പ് കൊണ്ട് വാ പൊത്തി വിതുമ്പുന്ന ലതികയിലാണ്. ശേഷം നിറഞ്ഞു വന്ന മിഴികൾ ഷോൾഡറിലായി തുഴച്ചവൻ മുഖമുയർത്തിയത് വൈഭവിന് നേരെയാണ്. അനിയുടെ ഉള്ളം നൊന്തു. അമ്മയെ നഷ്ടമായ തന്റെ അനിയൻ. തങ്ങൾക്ക് ഇന്നും ആ സ്നേഹം അന്യമാണെങ്കിലും ഇന്നും ജീവനോടെ തങ്ങൾക്കൊപ്പമുണ്ട് അമ്മ.
പക്ഷേ അവനോ, അതും തൻ്റെ അച്ഛനെന്ന് പറയുന്ന ആള് കാരണം. അനിരുദ്ധിന്റെ കാൽ വൈഭവിന് മുന്നിലേക്ക് ചലിച്ചു. നീ എന്താടാ എന്നോട് ഇതെല്ലാം മറച്ചു വെച്ചത്? ഞാൻ വേദനിക്കരുതെന്ന് കരുതിയാണോ നീ? അപ്പോ എല്ലാം ഉള്ളിലൊതുക്കി നിനക്ക് വേദനിക്കാമല്ലേ? അങ്ങനെ പുണ്യാളനാകാൻ നീ എന്നു മുതലാടാ തുടങ്ങിയേ? കണ്ണീരിൽ കുതിർന്ന ഏട്ടന്റെ ആ ശകാരം കേട്ടതും വൈഭവ് ഒന്ന് തല താഴ്ത്തി. തന്റെ ഏട്ടന്റെ ആ കണ്ണുനീർ അവന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ഈ കണ്ണുനീർ കാണാതിരിക്കാനാണ് മാധവൻ എന്ന ചെകുത്താനെ അറിഞ്ഞ നിമിഷം മുതൽ ഏട്ടനോട് എല്ലാം മറച്ചത്, ഒളിച്ചു നടന്നത്. ഏട്ടാ, ഞാൻ വൈഭവ് അനിക്ക് നേരെ നോക്കി പറഞ്ഞു തുടങ്ങും മുന്നേ അവന്റെ കൈ വൈഭവിന്റെ കവളിൽ പതിച്ചു. അത്ര ശക്തിയല്ലെങ്കിൽ മുഖം ഒരു സൈഡിലേക്ക് ഓടിപ്പോയി. വൈഭവിന്റെ ചുണ്ടിൽ ഒരു ചിരി പൊങ്ങി. അടുത്ത നിമിഷം അനി പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചു അവനെ. എനിക്ക് നീ അല്ലേടാ വലുത്? നിറകണ്ണുകളാലെ വൈഭവിന്റെ തോളിൽ മുഖമമർത്തി അനി പറഞ്ഞതും ചുണ്ടിൽ നിറഞ്ഞ പുഞ്ചിരിയാലെ അവനും അതേ തന്റെ ഏട്ടനെ പുണർന്നു. ആ കാഴ്ച അവരെ സ്നേഹിക്കുന്നവരുടെ എല്ലാം കണ്ണിനെ സന്തോഷം കൊണ്ട് നിറച്ചു. പെട്ടെന്ന് അനി വൈഭവിൽ നിന്നകർന്ന് ആദിയെ നോക്കി. ആദി, അമ്മയും കൊണ്ട് ഇവിടെ നിന്ന് പോ. അനി പറഞ്ഞതും ആദി ലതികയുടെ കയ്യിൽ പിടിച്ചു. അമ്മ വാ. അപ്പോന് വാക്ക് കൊടുത്തിട്ടാ ഞാൻ വന്നേ അമ്മയെ തിരികെ എത്തിക്കാമെന്ന്. ഇടറിപ്പോകുന്ന ശബ്ദത്തിൽ ആദി വിളിച്ചതും ലതിക കരഞ്ഞുകൊണ്ട് ആദിയുടെ കവിളിൽ കൈ ചേർത്തു. ഒന്നും പറയാതെ ഒരുപാട് വർഷത്തെ സ്നേഹവർഷം കൂട്ടിവെച്ച സ്നേഹം അവന്റെ നെറുകയിൽ മുത്തിക്കൊടുത്തു. എന്നിട്ട് അനിയെ നോക്കി ആദിയുടെ കൈ പിടിച്ച് മുറിയിൽ നിന്നിറങ്ങി. പോകും വഴി ആദി ഒന്ന് തിരിഞ്ഞു നോക്കി. രണ്ട് ഏട്ടത്തിമാരോടും ഏട്ടന്മാരോടും ഒരു കാര്യം പറയുക. പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ട് തീർക്കേണ്ടവരെല്ലാം തീർത്തിട്ട് വേഗം തിരിച്ചു വന്നോണം. കടങ്ങൾ ബാക്കി തീർക്കാൻ ഇനി ഒരുത്തനും ഭൂമിയിൽ കാണരുത്. നീറി ചുവന്ന കണ്ണുകളോടെ മാധവന് നേരെ നോക്കി ആദി പറഞ്ഞതും അത് കേട്ട് വൈഭവിന്റെയും അനിയുടെയും ചുണ്ടിൽ ഒരു ചിരി നിറഞ്ഞു. മൂത്തവന്റെ വാക്കുകൾക്ക് പുറമെ ഇളയ മകന്റെ നാവിൽ നിന്ന് വന്നതുകൂടി കേട്ട് അരണ്ടുപോയി മാധവൻ. ആ 18 വയസ്സുകാരന്റെ കണ്ണുകളിലെ പക കണ്ടപ്പോൾ താൻ എടുത്തത് വെറും മക്കളെയല്ല, തന്റെ നാശത്തിനുള്ള വിത്തുകളെയാണെന്ന് മാധവന് ബോധ്യമായി. ലതികയും കൂട്ടി ആദി പുറത്തേക്ക് നടന്നതും മാധവൻ ഒരു ഭ്രാന്തനെ പോലെ നിലത്തുനിന്ന് എഴുന്നേക്കാൻ ശ്രമിച്ചു. ആ, കൊള്ളാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്നിച്ച് ഞാൻ ക്രൂരനും ദുഷ്ടനും. നന്നായി. വായിലെ ചോര തുപ്പിക്കൊണ്ട് വല്ലാത്തൊരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് തന്റെ അരയിൽ കരുതിയ ചെറിയ റിമോട്ട് എടുത്തു മാധവൻ. തന്റെ അവസാനത്തെ കരുനീക്കൻ. വൈഭവേ, നീ എന്നെങ്കിലും ഇങ്ങനെ എന്റെ മുന്നിൽ നിൽക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു മുഴം ഞാൻ നേരത്തെ എറിഞ്ഞതാടാ. നിന്റെ അമ്മയുടെ ഓർമ്മ പോലെ നീ കൊണ്ടു നടക്കുന്ന ആ ആശുപത്രി കെട്ടിടം, ദേ ഇതൊന്ന് അമർത്തിയാൽ അത് മണ്ണോട് ചേരും. മാധവന്റെ ആ വാക്കുകൾ കേട്ടത് മുറിയിലുണ്ടായിരുന്നവർ ഒരു നിമിഷം ശ്വാസം അടക്കി പിടിച്ചു. മാധവന്റെ വിരൽ ആ റിമോട്ടിലെ ചുവന്ന ബട്ടണിൽ മുറുകി. എന്റെ ഓരോ ശ്വാസവും നിലയ്ക്കുമ്പോൾ നിന്റെ അമ്മയുടെ സ്വപ്നങ്ങളും ആ ചാരത്തിൽ അലിയും വൈഭവേ. നീ ജയിക്കില്ല. എന്നെ തോൽപ്പിക്കാൻ നിനക്ക് കഴിയില്ല. കിതച്ചുകൊണ്ട് മാധവൻ അലറി. പക്ഷേ വൈഭവന്റെ മുഖത്ത് ഭയത്തിന്റെ ഒരു നിഴൽ പോലും ഉണ്ടായിരുന്നില്ല. അവന്റെ കൂർത്ത പൂച്ചക്കണ്ണുകൾ മാധവനെ നോക്കി പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. ആ ചിരി മാധവന് വല്ലാതെ പരിഭ്രമിച്ചു. പിന്നിലായി സൂക്ഷിച്ച തന്റെ റിവോൾവർ എടുക്കാനായി വൈഭവിന്റെ വലം കൈ പോയതും വിച്ചു ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് ആ മുറിയിലേക്ക് വന്നു സിദ്ധു. എല്ലാരും അവനിലേക്ക് നോക്കിയതും സിദ്ധു കഴുത്തിന് കുത്തിപ്പിടിച്ചുകൊണ്ട് വന്ന മീരയെ മാധവന്റെ മുന്നിലേക്ക് വലിച്ചിട്ടു. ദേ കിടക്കുന്നടാ മാധവ തന്റെ അവസാനത്തെ തുറപ്പിച്ചിട്ട്, സിദ്ധു പരിഹാസത്തോടെ ചോദിച്ചു. അടി കൊണ്ട് മുഖം പൊട്ടി ചോര ഒലിപ്പിച്ച മീരയെയും അവളുടെ കയ്യിൽ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ ബോംബിന്റെ സർക്യൂട്ട് ബോക്സും കണ്ട് മാധവന്റെ കണ്ണുകൾ മിഴിഞ്ഞു. ഇവൾ ബോംബ് ഫിക്സ് ചെയ്യാൻ നോക്കുമ്പോൾ അപ്പു കണ്ടു ഇവളെ. പിന്നെ കൈയോടെ പൊക്കി. ഇവൾ വെച്ച ബോംബ് ഡിഫ്യൂസ് ചെയ്തു. ഇനി നിന്റെ കയ്യിലെ ആ കളിപ്പാട്ടം കൊണ്ട് നീ ഈ മുറിയിൽ ലൈറ്റ് പോലും ഓഫ് ചെയ്യില്ല മാധവ. നിലത്ത് വീണ ബോംബ് കാലുകൊണ്ട് തട്ടി സിദ്ധു പറഞ്ഞത് മാധവൻ തകർന്നുപോയി. തന്റെ അവസാനത്തെ അടവും പാളിയിരിക്കുന്നു. അയാളുടെ തല കുമ്പിട്ടു. ഉണ്ണിയേട്ടാ, ഇവളെ ഞാനും അനിതാമ്മയും കൂടി വീട്ടിൽ പൂട്ടിയിട്ടതാ. മീരയെ കണ്ട ശിവൻ ഞെട്ടലോടെ വൈഭവനോട് ചോദിച്ചതും വൈഭവന്റെ ചുണ്ടൊന്ന് വിടർന്നു. നീ പൂട്ടിയിട്ടടുത്ത് നിന്ന് അനിതാമ്മ വഴി ഞാൻ ഇവളെ ഒന്ന് ചാടിച്ചായിരുന്നു. മീരയുടെ കള്ളക്കാമുകൻ ആരാന്നറിയാൻ. എന്റെ മുഖം തെറ്റിയില്ല. നവസിൽ നിന്ന് മീരയെ രക്ഷിക്കാൻ വന്നത് കാർത്തിക്കായിരുന്നു. ഇവനും ഇവളും കൂടിയാ ആനന്ദിനെ തീർത്തത്. നിലത്ത് ചലനമറ്റ് കിടക്കുന്ന കാർത്തിയെ നോക്കി വൈഭവ് പറഞ്ഞു. എന്താ പറഞ്ഞേ? അത് കേട്ട നരേന്ദ്രൻ ഞെട്ടലോടെ തിരക്കി. ഡോ നരേന്ദ്ര, തന്റെ മോൻ വൈഭവിന്റെ കയ്യിൽ കിട്ടരുതെന്ന് കരുതി താൻ അവനെ കാർത്തികിന്റെ കീഴെ ഒളിപ്പിച്ചതല്ലേ? എന്നാൽ അവനെ തീർത്തു ആ കിടക്കുന്നവൻ, അതും ഇവള് പറഞ്ഞിട്ട്. പുച്ഛത്തോടെ പറയുന്ന സിന്ധുവിന്റെ വാക്കുകൾ കാരിരുമ്പ് കണക്കെ നരേന്ദ്രനെ കുത്തി. അയാൾ ഇരു കൈകൾ കൊണ്ട് തലയിൽ കൈവച്ച് വാവിട്ട് കരഞ്ഞു. നരേന്ദ്രന്റെ ആ വിലാപം ആ മുറിയിലുണ്ടായിരുന്നവളുടെ ഉള്ളിൽ തരിപ്പും അറപ്പും ഒരുപോലെ നിറച്ചു. സ്വന്തം മകനെ ഇത്രയും കാലം വിശ്വസിച്ചു കൂടെ നടന്നവർ തന്നെ സ്വന്തം മകന്റെ ഘാതകരായെന്ന തിരിച്ചറിവ് അയാളെ പാതി മൃതനാക്കിയിരുന്നു. സിദ്ധു, പോലീസിനെ വിളി. സേതു പറഞ്ഞതും സിദ്ധു തന്റെ ഫോൺ എടുത്തു
മാധവന്റെ ചുണ്ടിൽ ഒരു പുച്ഛച്ചിരി പൊട്ടി. അത് കാണെ അനിയുടെ കണ്ണുകൾ കത്തി. അടുത്ത നിമിഷം വൈഭവിന്റെ അരയിൽ തിരികിയിരുന്ന തോക്കിലേക്ക് അനിയുടെ കണ്ണുകൾ നീണ്ടു. ആരും പ്രതീക്ഷിക്കാത്ത വേഗത്തിൽ അനി ആ തോക്ക് കൈക്കലാക്കി. വൈഭവ് ഒന്ന് ഞെട്ടിപ്പോയി. ഏട്ടാ, നോ! വൈഭവ് അലറി. പക്ഷേ അപ്പോഴേക്കും മാധവന് നേരെ ചൂണ്ടിയ തോക്കിൽ അനിരുദ്ധിന്റെ വിരലുകൾ ട്രിഗറിൽ മുറുകി. ഇല്ല വെച്ചു, ഒരു കോടതിക്കും ഇയാളെ വിട്ടുകൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. നിന്റെയും ഉള്ളിൽ അതാണെന്ന് എനിക്കറിയാം. പക്ഷേ വേണ്ട, ഈ വൃത്തികെട്ടയാളുടെ ചോരക്കറ നിന്റെ കയ്യിൽ വേണ്ട. അതിന് ഞാനാ നല്ലത്. ഇയാൾ ജനിപ്പിച്ച എന്റെ കൈകൊണ്ട് തന്നെ ഈ പിശാചിനെ തീർക്കണം. അതാ വേണ്ടത്. അനി തോക്ക് ഉന്നം വച്ചതും വൈഭവ് അവന്റെ അടുത്തേക്ക് ആഞ്ഞെടുത്തു. ഇല്ല, അതിന് ഞാൻ സമ്മതിക്കില്ല. ഒരിക്കൽ ഒരു തെറ്റിന്റെ വേദനയിൽ ജീവിതം ഇരുട്ടിൽ മറഞ്ഞതാ. അത് ഇനിയും ആവർത്തിക്കാൻ ഏട്ടനെ ഞാൻ വിടില്ല. അനിയുടെ കയ്യിൽ മുറുകെ പിടിച്ച് വൈഭവ് ആ തോക്ക് തട്ടിയെടുക്കാൻ ബലമായി ശ്രമിച്ചു. ഇരുവരും തമ്മിൽ ഒരു മൽപ്പിടുത്തമായി. സിദ്ധുവും സേതുവും ആ സഹോദരങ്ങൾക്കിടയിൽ കയറി. അടിക്കടാനി അവനെ, അടി! എന്നിട്ട് ആ തോക്ക് വാങ്ങി എന്നെ തീർക്കുന്നേ. ഇതെല്ലാം നോക്കി കണ്ടുകൊണ്ട് ഒരു ഭ്രാന്തനെ പോലെ ചിരിച്ചു മാധവൻ. ആരും ശ്രദ്ധിക്കാത്ത ആ കൊലച്ചിരി ഒരാളുടെ കണ്ണുകളിൽ പതിഞ്ഞു. അത്രയും നേരം ഒരു ശിലയെപ്പോലെ അവിടെ തളർന്നിരുന്ന ശേഖരവർമ്മ സാവധാനം എഴുന്നേറ്റു. വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് തന്റെ ആ കൂറ്റൻ ഊന്നുവടി അയാൾ തറയിൽ കുത്തി. വഴിയുടെ തലപ്പിലെ സ്വർണ്ണപ്പിടിയിൽ ഒന്ന് തിരിച്ചതും ഉള്ളിൽ നിന്ന് മൂർച്ചയേറിയ ഒരു നീളം കത്തി പുറത്തേക്ക് തെറിച്ചു. മാണിക്യമംഗലത്തെ കാരണവന്മാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ആയുധമായിരുന്നു അത്. അനിയും വൈഭവും പിടിവലി നിർത്തുന്നതിന് മുമ്പേ വന്യമായ ഒരു വേഗതയിൽ ശേഖരൻ മുന്നോട്ടാഞ്ഞു. ജനിപ്പിച്ച മകനല്ല മാധവ, ജന്മം കൊടുത്ത പിതാവ് തന്നെ നിന്റെ കാലനാകേണ്ടത്. നിന്നെ ജനിപ്പിച്ചു പോയ തെറ്റ് ഞാനങ്ങ് തിരുത്തുക. ശേഖരന്റെ ആ അലർച്ചയ്ക്കൊപ്പം ആ ഊന്നുവടിയിലെ കത്തി മാധവന് നേർക്ക് ഉയർന്നു. ഒരു നിമിഷം ആ മുറി അപ്പാടെ നിശ്ചലമായി. മാധവന്റെ ചിരി പാതിയിൽ മുറിഞ്ഞു. അയാളുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി. കണ്ണു ചിമ്മും മുന്നേ നടന്ന ആ കാഴ്ച ഒരു ഞെട്ടലോടെ കണ്ടു നിന്നു അവിടെ നിന്നവർ എല്ലാം.